സുഹൃത്തുക്കളെ, ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു A3 കലണ്ടർ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ന്യൂ പേജ് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ഫയലിൽ പോയി ന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു ഫയൽ നെയിം ടൈപ്പ് ചെയ്യാം. നമുക്കിവിടെ നിന്ന് കസ്റ്റം മാറ്റി ഇൻ്റർനാഷണൽ പേപ്പർ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ A3 പേജ് കാണാൻ കഴിയും. അതിനുശേഷം സൈസിൽ ഇത് വെക്കാം. ബാക്കിയുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നോട്ട് പാഡിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഇതിനെ നമുക്ക് ഫോണ്ടിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. ഇവിടെ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലെയറിനെ സെലക്ട് ചെയ്യാം. ഈ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് അല്പം ഒന്ന് കുറയ്ക്കുന്നുണ്ട്. അതിനായിട്ട് എഡിറ്റിൽ പോയി ഫ്രീ ട്രാൻസ്ഫോം പാത്ത് സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ടെക്സ്റ്റിനെ ഒന്ന് അലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ലോഗോയിനെ ഒന്ന് അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ ഈ ലോഗോയിനെ അതുപോലെ തന്നെ ഈ ടെക്സ്റ്റിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് ഒരു റെക്ടാങ്കിൾ വരച്ച് ഞാൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒപ്പാസിറ്റി അല്പം ഒന്ന് കുറച്ചു കൊടുക്കാം. ഇവിടെ ഇയർ ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു റെക്ടാങ്കിൾ കൂടി വരയ്ക്കണം. ഇവിടെ ലെയറിന്റെ തമ്പനയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കളർ പിക്കർ ഓപ്പൺ ചെയ്യാം.
ഇവിടുന്ന് നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കളർ കോഡ്സ് അറിയാമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തും കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിതിനെ ഒന്ന് റെക്റ്റാങ്കിളിലേക്ക് മൂവ് ചെയ്ത് വെച്ച് അലൈൻ ചെയ്ത് വെക്കാം. കൺട്രോൾ ടി പ്രസ് ചെയ്ത് ഫ്രീ ട്രാൻസ്ഫോം എനേബിൾ ചെയ്ത് നമുക്കിതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു കലണ്ടറിനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതിനെ മൂവ് ചെയ്ത് വെച്ച് ഒന്ന് അലൈൻ ചെയ്ത് വെക്കാം. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നുണ്ട്. ഇതിന്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിനകത്ത് ഒരു ചെറിയ റെക്റ്റാങ്കിൾ കൂടി വരയ്ക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഷാഡോ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ ടി പ്രസ് ചെയ്ത് ഫ്രീ ട്രാൻസ്ഫോം എനേബിൾ ചെയ്യാം. അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടുന്ന് സ്ക്യൂ സെലക്ട് ചെയ്യാം. ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഈ ഷേപ്പിനെ ഒന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ലെയറിനെ ഒന്ന് താഴേക്ക് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഷേപ്പിന്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാം. ഈ ഫോണ്ടിന്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഈ ലെറ്ററിന്റെ ലെയർ ഈ റെക്റ്റാങ്കിളിന്റെ താഴെ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ലെറ്ററിനെ കാണാത്തത്. അതുകൊണ്ട് നമുക്ക് ഈ ലെറ്ററിന്റെ ലെയറിനെ ഒന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഇതിന്റെ ഫോണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഭംഗിയായിട്ട് വെക്കാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് കോൺടാക്ട്സ് ഡീറ്റെയിൽ ടൈപ്പ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ റെക്റ്റാങ്കിൾ കൂടി വരയ്ക്കുന്നുണ്ട്.
സേവ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫോട്ടോഷോപ്പ് തന്നെ കീപ്പ് ചെയ്ത് സേവ് കൊടുക്കാം. ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഫയൽ സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് JPG ഫോർമാറ്റിൽ കൂടി ഒന്ന് സേവ് ചെയ്യാം. ഇവിടെ മാക്സിമം കൊടുത്ത് ഓക്കെ കൊടുക്കാം. നമ്മൾ ചെയ്ത കലണ്ടറിനെ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മൾ ചെയ്ത കലണ്ടർ. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക.